ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് സ്വന്തമായി ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇമ്പോർട്ട് മാത്ത്, ഈ മാത്ത് എന്ന് പറയുന്നൊരു ബിൽറ്റിൻ മൊഡ്യൂളാണ് പൈത്തണിലുള്ളത്. അത് നമ്മൾ ഇമ്പോർട്ട് മാത്ത് എന്ന് പറയുന്ന മൊഡ്യൂളിനെ കോൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള ഫങ്ഷൻ മാത്ത് ഡോട്ട് പൈ പ്രിൻറ്റ് ചെയ്യാൻ നോക്കി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി, പൈയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്തു. ഇനി നമ്മൾ സ്വന്തമായി എങ്ങനെയാണ് ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് മായ്ക്കാം, ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി സ്വന്തമായി ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് നമ്മൾ ഈ ഫയലിൽ പോവുക, ന്യൂ എടുക്കുക. അപ്പോൾ ഈ ഫയൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളിവിടെ നമ്മുടെ മൊഡ്യൂളിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ നമുക്ക് മൊഡ്യൂളിൻ്റെ പേര് കൊടുക്കാം മൈ മൊഡ്യൂൾ എന്നിട്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ കൊടുക്കണം. അത് .py തന്നെയാണ്, മെയിൻ .py തന്നെയാണ്. ഇതിൻ്റെ എക്സ്റ്റൻഷൻ .py ആണ്. .py കൊടുക്കുക. എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്യുക. അപ്പം ഇവിടെ ഉണ്ടാവും മൈ മൊഡ്യൂൾ .py വന്നു. അത് ഇവിടെയും വന്നു, മൈ മൊഡ്യൂൾ .py ഇവിടെയും വന്നു, ഈ മുകളിലും വന്നു, ഇവിടെയും വന്നു. ഇനി നമ്മളിവിടെ നമ്മുടെ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മളിവിടെ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതുണ്ടോ, ഡെഫ് പറഞ്ഞിട്ട് DF പറഞ്ഞിട്ട് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഫങ്ഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. മെസ്സേജ് നെയിം ഒരു പാരാമീറ്റർ ഉണ്ട്, പ്രിൻറ്റ് ഹലോ, പിന്നെ നെയിം. നമ്മളിവിടെ നെയിം മോഹൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ മോഹൻ എന്ന് പ്രിൻറ്റ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മൈ മൊഡ്യൂൾ .pyയിൽ നമ്മളൊരു നമ്മുടെ മൊഡ്യൂളിൻ്റെ പേരാണ് മൈ മൊഡ്യൂൾ .py. അവിടെ നമ്മളൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. മെസ്സേജ് എന്ന് പറയുന്ന ഫങ്ഷൻ നെയിം മെസ്സേജാണ്. അതിലൊരു പാരാമീറ്റർ ഉണ്ട് നെയിം. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ .pyയിൽ പോവുക. മെയിൻ .py ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമ്മളിനി ഈ നമ്മുടെ മൈ മൊഡ്യൂളിനെ കോൾ ചെയ്യണം. കണ്ടോ, ഇമ്പോർട്ട് മൈ മൊഡ്യൂൾ ഡോട്ട് നമ്മൾ മെസ്സേജ് എന്ന് പറയുന്ന മൈ മൊഡ്യൂളിലെ മെസ്സേജ് എന്ന് പറയുന്ന ഫങ്ഷനെയാണ് നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ആർഗ്യുമെൻ്റായിട്ട് മോഹൻ എന്ന് കൊടുത്തു. ഇതാണ് നമ്മൾ മൈ മൊഡ്യൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ മൈ മൊഡ്യൂൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അതിൽ നമ്മൾ ആ മൈ മൊഡ്യൂളിൻ്റെ അകത്ത് മെസ്സേജ് എന്ന് പറയുന്നൊരു ഫങ്ഷനുണ്ട്. ആ മെസ്സേജ് എന്ന് പറയുന്ന ഫങ്ഷനെ നമ്മൾ മൊഡ്യൂൾ എഴുതുക, മൊഡ്യൂളിൻ്റെ പേര് കൊടുക്കുക, ഡോട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏതാണോ ഫങ്ഷൻ ആ ഫങ്ഷനെ കോൾ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് പാരാമീറ്ററിൻ്റെ വാല്യൂ കൊടുക്കുക. ഇനി പ്രിൻറ്റ് ചെയ്യുക. റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഹലോ മോഹൻ എന്ന് വന്നു. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ വേറൊരു നെയിം കൊടുക്കുന്നത് ജോൺ എന്ന് കൊടുക്കുന്നു. അത് ഡബിൾ കോട്ടിൽ കൊടുക്കണം. ജോൺ ഡബിൾ കോട്ടിൽ കൊടുത്തു. ഹലോ ജോൺ. അപ്പം നമ്മുടെ മൊഡ്യൂൾ നോക്കുക. നമ്മുടെ മൊഡ്യൂൾ ഒരു ഫങ്ഷനാണ്. ഫങ്ഷൻ്റെ പേര് മെസ്സേജ് എന്നാണ്. അതിലൊരു പാരാമീറ്റർ ഉണ്ട്. എന്താണ് ചെയ്യേണ്ടത്? പ്രിൻറ്റ് ഹലോ, പിന്നെ ഈ മെസ്സേജിൽ വരുന്ന പാരാമീറ്റർ വാല്യൂ. അപ്പോൾ നമ്മൾ നെയിം എന്നുള്ളത് ഹലോ, മോഹനാണെങ്കിൽ മോഹൻ, ജോൺ ആണെങ്കിൽ ജോണൻ. ഇതാണ് നമ്മുടെ മൈ മൊഡ്യൂൾ. ആ മൈ മൊഡ്യൂളിൻ്റെ .py ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെയും വരും മൈ മൊഡ്യൂൾ. കണ്ടോ, ഇവിടെയും വരുന്നു മൈ മൊഡ്യൂൾ. അതാണ്. ഇനി മെയിൻ .pyയിലേക്ക് പോയി. മെയിൻ .pyയിൽ പോയിട്ട് നമ്മൾ നമ്മുടെ മൈ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മൈ മൊഡ്യൂൾ ഡോട്ട് കഴിഞ്ഞിട്ട് ഫങ്ഷൻ്റെ നെയിം പറഞ്ഞു. മൈ മൊഡ്യൂളുള്ള ഫങ്ഷൻ്റെ പേര് നെയിം മെസ്സേജ് എന്നാണ്. എന്നിട്ട് നമ്മൾ അതിനകത്ത് കൊടുത്തു. ഇതിനകത്ത് 2 N ഉണ്ട്, ഒരു N, AOHN. ഓക്കെ. എന്നിട്ട് നമ്മൾ ചെയ്തപ്പോൾ ഓക്കെ ഹലോ ജോൺ. ഇതാണ് നമ്മൾ സ്വന്തമായി ഒരു മൊഡ്യൂൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്.